ലോഹയുഗത്തിന്റെ ആരംഭമാണ് പരശുരാമൻ. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്റെ കൂട്ടായ്മയുടെ രാജഭരണത്തിന്റെ ധാർമ്മികതയുടെ പാഠങ്ങൾ ആരംഭിക്കുന്നത്, കുടുംബബന്ധത്തിന്റെ മൂല്യം ആരംഭിക്കുന്നത്. അതുവരെയുള്ള മനുഷ്യർക്ക്, കാട്ടാളന്മാരായി ജീവിക്കുന്ന മനുഷ്യർക്ക് അച്ഛനെന്ന, അമ്മയെന്ന, ഭാര്യയെന്ന, സഹോദരനെന്ന ബന്ധമില്ലാതെ ഒരു പെണ്ണിന് എത്ര ഭർത്താവും ആകാം, ഒരു ഭർത്താവിന് എത്ര ഭാര്യയുമാകാം. കൊട്ടാരങ്ങളിൽ അന്തഃപുരങ്ങൾ ഉണ്ടായിരുന്നു, ഭാര്യമാരെ കൂട്ടിയിട്ട ഗോഡൌൺ ആയിരുന്നു അത്, അല്ലേ? എത്രയോ ഭാര്യ ഉണ്ടാവും. എന്നാൽ ദശരഥനിലെത്തുമ്പോഴേക്ക് എണ്ണം കുറഞ്ഞു. എത്രയായി? 3 ചുരുങ്ങി. രാമന്റെ പ്രസക്തി എവിടെയാ? 1 ഒറ്റ ഭാര്യ. അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തിരിക്കുന്ന അവളെ 10 തലയുള്ളവൻ വന്നിട്ട് കടൽ കടത്തി കൊണ്ടുപോയി. 10 തലയുള്ളവൻ കടൽ കടത്തി കൊണ്ടുപോയി. ലോകം മുഴുവൻ കീഴടക്കിയ മഹാശക്തിവാനായി ആണ് കൊണ്ടുപോയത്. എവിടത്തേക്ക് കൊണ്ടുപോയെന്ന് ഒരു പിടിയില്ല. എന്നിട്ടും രാമന് അന്നത്തെ രാജനീതി പ്രകാരം ഏത് പെണ്ണിനെയും ഭാര്യയാക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. എത്രയെത്ര സുന്ദരിമാർ നമ്മുടെ അന്ന് രാജ്യത്തുണ്ടായിരുന്നു. ഒരു കോൾ, ഒരു മാട്രിമോണിയിൽ ഒരു പരസ്യം കൊടുത്താൽ 1000കണക്കിന് വധുക്കളെ കിട്ടുമായിരുന്നില്ല രാമന്? ഇല്ല. ഒന്നിനും പകരം മറ്റൊന്ന് നോക്കിയോ? ഒന്നും നോക്കാതെ തനിക്ക് ആ ഭാര്യയല്ലാതെ മറ്റൊരുത്തിയും വേണ്ട. കടൽ കടന്നു പോയിട്ട് 10 തലയുള്ളവനെ കൊന്നിട്ടും ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന ആ ഷാഠ്യം, കുടുംബജീവിതത്തിന്റെ, വിവാഹബന്ധത്തിന്റെ മൂല്യം എന്തെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രതിലോമ സംഭവം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ പ്രതിലോമ സംഭവത്തെ നേരിടാൻ രാമായണം എന്ന കാവ്യത്തെ ആയുധമാക്കാനുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താ പ്രതിലോമ സംഭവം എന്നറിയാവോ? വിവാഹബന്ധം എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ കാമ ചോദനകളെ തണുപ്പിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണം, ഒരു ആണിനെ വേണം. ആ ചോദനകൾ തണുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് തോന്നിയാൽ രണ്ടും 2 വഴിക്ക് പോകണം. ഡൈവോഴ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 10-15 കൊല്ലമായിട്ട് മലയാളികൾ പാടിത്തുള്ളുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് വിവാഹമേ വേണ്ട എന്നതിൻ്റെ പാട്ടാണ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? വിവാഹമെന്ന് പറയുന്നത് കേവലം ശരീരങ്ങൾ ഇണചേരാനുള്ള മാർഗമാണെന്ന് ധരിച്ചുപോയി കുട്ടികൾ. അതുകൊണ്ട് അവരേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യരാത്രിക്കാണ്. ശരീരങ്ങൾ ചേരുന്നതല്ല പ്രക്രിയ. 2 ശരീരം, ഒരാണ് ഒരു പെണ്ണിനെ ഇണചേരാനാണെങ്കിൽ ഇത്രയും വലിയ പന്തൽ എന്തിന്? ഇത്രയും വലിയ സദ്യ എന്തിന്? ഇത്രയും നാട്ടുകാരെ എന്തിന് വിളിക്കുന്നു? ഇത്ര കാശ് ചെലവഴിക്കുന്നത് എന്തിന്? 2 ശരീരങ്ങൾ ഇണചേരാൻ വേണ്ടി ഇത്രയും കാശ് ചെലവഴിക്കണോ? വേണ്ട. വിവാഹം എന്ന് പറയുന്നത് 2 സംസ്കാരങ്ങൾ ഒത്തുചേരലാണ്, 2 കുടുംബങ്ങൾ ഒത്തുചേരലാണ്, 2 വികാരങ്ങൾ ഒത്തുചേരലാണ്. അതുകൊണ്ടാണ് ഭർത്താവിന്റെ ഹൃദയം, പൊന്നുപോലത്തെ ഹൃദയം, ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കലാണ് താലികെട്ടൽ. ഹൃദയം പറിച്ച് ചേർക്കുമ്പോൾ ഇയാൾ മരിച്ചു പോന്നുകൊണ്ട് പൊന്നു വെക്കേണ്ടടുത്ത് പൂ വെച്ചിട്ട് എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിന് പകരം പൊന്നുകൊണ്ടുള്ള ഹൃദയം ഉണ്ടാക്കിയിട്ട് അതാ താലി. അത് ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കലാണ് താലികെട്ടൽ. ഇവിടെ ഫെവിക്കോൾ കൊണ്ട് ഒട്ടാത്തത് കൊണ്ടാണ് നൂല് കെട്ടി കഴുത്ത് കെട്ടുന്നത്. മനസ്സിലായോ? ഇതിന്റെ അർത്ഥം അറിയാത്ത ഭർത്താക്കന്മാരാണ് വലിയ മാല വാങ്ങിയിട്ട് വലിയ താലി കോർത്തിട്ട് തൻ്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തിന്റെ നേരെയല്ല മിക്കവരും കൊണ്ടുപോയി വെക്കുന്നത് ഉദരത്തിന്റെ മേലെയാണ്. നിങ്ങൾ വീട്ടിൽ പോയി കണ്ണാടി നോക്കൂ. നിങ്ങളുടെ ഭർത്താവിന്റെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തിന് നേരെയാണോ ഉള്ളത്, ഉദരത്തിന്റെ മേലെയാണോ ഉള്ളത് എന്ന് വീട്ടിൽ പോയി നോക്ക്. 2 ഹൃദയങ്ങൾ ചേർത്ത് വെക്കലാണ് താലികെട്ടൽ. ആ മൂല്യമായിരിക്കുന്ന സംഭവത്തിന് അതിന് സാക്ഷ്യം വഹിക്കുന്ന ഹൃദിക്കുകൾ, സാക്ഷ്യം വഹിക്കുന്ന അതിന് കർമ്മികളായിരിക്കുന്നവർ ചൊല്ലുന്ന മന്ത്രമുണ്ട്. മംഗല്യം തന്തുനാനേന. തന്തു എന്ന് പറഞ്ഞ താലിയാണ്. വിവാഹം തന്തു, താലി കെട്ടിയിട്ടുള്ള വിവാഹമാണ്. പക്ഷേ നമ്മുടെ പുതിയ തലമുറ 10 കൊല്ലമായിട്ടൊരു സിനിമ പാട്ട് പാടി തുള്ളുന്നുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചാൽ പിന്നെ മംഗല്യം തന്തുനാനേന, മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, തൊലഞ്ഞു പോകുന്നു. അതുകൊണ്ട് കല്യാണം വേണ്ട. പിന്നെ എന്താ വേണ്ടേ? ലിവിങ് ടുഗദർ. പിടികിട്ടിയ? നിങ്ങൾ അറിയാതെ നമ്മുടെ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണത്. ലിവിങ് ടുഗദർ. ഒത്തുചേരുക.
കുറെ കാലം ഒത്തുജീവിച്ച് ഇണചേരുക, എന്നിട്ട് മടുക്കുമ്പോ രണ്ടും രണ്ട് ബൈക്ക് പോവുക. അതിലുണ്ടാകുന്ന മക്കളെ ഓൻ്റെ അച്ഛൻ നോക്കുവോ? കുടുംബജീവിതത്തിന്റെ അടിത്തറ തോണ്ടുകയാണ്. അവിടെയാണ് രാമായണം വിവാഹം ചെയ്തിരിക്കുന്ന പെണ്ണിനെ കടൽ കടത്തി കൊണ്ടുപോയാലും അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ കുടുംബ പാഠമാണ്. സുന്ദര സാഹിത്യ പാഠം പഠിക്കണം, കുടുംബ പാഠം പഠിക്കണം, ധാർമ്മിക പാഠം പഠിക്കണം. എന്താണത് ധാർമ്മിക പാഠം? കുടുംബ ബന്ധങ്ങൾ, ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ബന്ധം, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠ ഭാര്യയെ അനുജൻ കാണേണ്ടത് എങ്ങനെ, അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ കാണേണ്ടത് എങ്ങനെ, ഇതൊക്കെ എഴുതുന്നത് ഏത് കാലത്താ? പ്രാകൃത ജീവിതം നയിക്കുന്ന മനുഷ്യന്റെ കാലഘട്ടത്തിൽ. കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് വന്നിട്ടേയുള്ളൂ. എന്താ ഈ കൃതയുഗം? കൃതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത്, പ്രാകൃതം പ്രകൃതിയാൽ ഉണ്ടായത്. പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? പ്രാ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നാണ്, ഫസ്റ്റ് എന്നാണ്. പ്രാ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, പ്രൈമറി എന്നാണ്. കൃതി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത്. വയലാറിന്റെ കൃതി എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പ്രകൃതിയോ ആദ്യം ഉണ്ടായത്, അതാ പ്രകൃതി. മനസ്സിലായോ? ഉണ്ടായതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ജീവിക്കുന്നതിനാണ് പ്രാകൃതം എന്ന് പറയുക. മനസ്സിലായോ? അതൊരു വൃത്തികെട്ട വാക്കല്ലേ പ്രാകൃതം. പ്രകൃതിയോട് ഒത്തുചേർന്ന് എന്നതാണ് പ്രാകൃതം എന്ന വാക്കിനർത്ഥം. ആദ്യമുണ്ടായ അഞ്ചെണ്ണമാണ്. ഏതാ അഞ്ചെണ്ണം ആദ്യം ഉണ്ടായത്? 1 ഭൂമി, 2 പദാർത്ഥം, 2 വെള്ളം, അല്ലേ? 3 വായു, 4 ആകാശം, അഗ്നി. 5 എണ്ണാണ് ആദ്യം ഉണ്ടായത്. 5-ന് സംസ്കൃതത്തിൽ എന്ത് പറയും? പഞ്ചം. അപ്പൊ ആദ്യം ഉണ്ടായ 5-ന് എന്ത് പറയും? പ്രപഞ്ചം. അതായി പ്രപഞ്ചം എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രപഞ്ചം എന്ന് പറയുന്ന ആദ്യം ഉണ്ടായ 5 എണ്ണം. ഈ ആദ്യമുണ്ടായ 5 എണ്ണം പ്രകൃതി. ആ പ്രകൃതിയുടെ യുഗം കൃതയുഗം, ഉണ്ടായ പോലെയുള്ള യുഗമാണ് കൃതയുഗം. ആ കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗം. എന്താ ഈ ത്രേതായുഗം? പ്രകൃതി നിന്നും മാറിയിട്ട് 3 എണ്ണത്തിനെ പറ്റി അറിയാൻ തുടങ്ങി. ഏതാ 3 എണ്ണം? 1 ഞാൻ, 1 പ്രകൃതി, 1 ദൈവം. ഞാനും നീയും ദൈവവും. മനസ്സിലായോ? അതാ ത്രേതം. പ്രകൃതിയും ഈശ്വരനും ഞാനും. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ എന്നൊരു സിനിമ പാട്ട് കേട്ടിട്ടുണ്ടോ? സംഭവം ഇതാണ് ത്രേതം. ഇത് 3-നെ പറ്റി അറിയാൻ തുടങ്ങി. ഞാനും നീയും ദൈവവും അതിനെപ്പറ്റി അറിയാൻ തുടങ്ങി. ആ അറിയാൻ തുടങ്ങുമ്പോൾ ഉള്ള കാലഘട്ടത്തിലാണ് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. എന്താ? പക്ഷിമൃഗാദികൾക്ക് അങ്ങനെയുണ്ടോ? ഏതെങ്കിലും ഇണചേർന്നിട്ട് മക്കളെ ഉണ്ടാക്കിയ കാള ആ പശു പ്രസവിച്ച കുഞ്ഞിനെ അന്വേഷിച്ചിട്ട് അതിനെ സ്കൂളിൽ ചേർക്കണ്ടേ, അതിൻ്റെ SLC ബുക്ക് വാങ്ങണ്ടേന്ന് അന്വേഷിച്ച് വരാറുണ്ടോ? ഇല്ല, ഒന്നും അന്വേഷിക്കാറില്ല. അത് പ്രകൃതിയാണ്. അതിന് ധാർമ്മിക കുടുംബ ബന്ധങ്ങളില്ല. എന്നാ നമുക്കെന്തുണ്ട്? അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മോനെ രാജാവാക്കാൻ തീരുമാനിക്കുന്നു അച്ഛൻ. മൂത്ത ആളെ രാജാവാക്കുന്നു. നാളെ നിന്നെ അഭിഷേകം ഇളമയായി ചെയ്യുന്നുണ്ട്, നീ അതിൻ്റെ ഏർപ്പാട് ചെയ്തോ. അങ്ങനെ രാമൻ രാത്രി തന്നെ ബാൻഡ് സെറ്റെല്ലാം ഏൽപ്പിച്ചു, കുരുത്തോലിയെല്ലാം തൂക്കി, അല്ലേ? ചാനലുകാരെല്ലാം വിവരം കൊടുത്തു. എന്നിട്ടാ പോയി കിടന്നുറങ്ങിയേ. രാത്രിക്ക് കൊട്ടാര വിപ്ലവം നടന്നു. കൈകേയി പറഞ്ഞു, എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന 2 വരവുണ്ടല്ലോ പണ്ട് യുദ്ധത്തിന് പോയപ്പോ യുദ്ധം കാണാൻ തേർത്തട്ടിലിരുന്ന കൈകേയി രഥത്തിന്റെ ചക്രത്തിന്റെ ആണിക്കാൽ ഊരിപ്പോയത് കണ്ടപ്പോ ആ ചക്രം ഊരിത്തെറിച്ചാൽ ദശരഥനെ കൊല്ലും രാക്ഷസന്മാര്. ആണിക്കാലിന് പകരം തന്റെ വിരലാട വെച്ചു കൊടുത്തു. ആ വിരലിന്റെ മേലെ ഒരഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് യുദ്ധം ജയിച്ച് തിരിഞ്ഞു നോക്കുമ്പോ ഈ കുടുങ്ങിക്കിടക്കുന്ന കണ്ടത്. തന്നെ രക്ഷിച്ച കൈകേയിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. കൈകേയി പറഞ്ഞു, ഇപ്പം എനിക്ക് ആവശ്യമൊന്നുമില്ല, അത് അക്കൗണ്ടിൽ ഇട്ടേക്കുക, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തോളാം. അങ്ങനെ ഒരവസരം കിട്ടിയപ്പോൾ അവളത് വിഡ്രോ ചെയ്തു. പലിശയും പലിശക്ക് പലിശ അടക്കം. എന്താ വിഡ്രോ ചെയ്തത്? ഭരതനെ രാജാവാക്കണം, രാമനെ കാട്ടിലയക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. പുരുഷന്മാർ മനസ്സിലായിക്കൊള്ളുക.
ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കണോ തീരുമാനിച്ചാൽ പിന്നേക്ക് വെക്കരുത്, അപ്പം തന്നെ കൊടുത്ത് തീർത്തേക്കണം. പിന്നേക്ക് വെച്ചാൽ അത് ആപത്താ. മനസ്സിലായോ? അപ്പം തന്നെ കൊടുത്ത് സബൂറാക്കിയേക്കണം എന്നാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കൈകേയി അഭിഷേകം മുടക്കി. ഈ മുടക്കിയ വിവരം അറിഞ്ഞിട്ട് രാമന്റെ അഭിഷേകം മുടങ്ങിയത്. പക്ഷെ എന്താ സംഭവം? രാവിലെ രാമൻ ഉണരുമ്പോ കേൾക്കുന്നത് അയോധ്യാവാസികളെല്ലാം പേടിച്ചലറി ഓടുന്നു. എന്താ വിഷയം? ഞാണൊലി ശബ്ദം കേൾക്കുന്നു. ആരാണത്? ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്തിട്ട് ഞാണൊലി മുഴക്കിയിട്ട് പറയാ, ഞാൻ കൈകേയിനെയും കൊല്ലും, ദശരഥനെയും കൊല്ലും, അയോധ്യ ചുട്ടു ചാമ്പലാക്കും. എന്റെ ജ്യേഷ്ഠന് കിട്ടാത്ത ഈ അയോധ്യ ഒരുത്തനും അങ്ങനെ ഭരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ് ലക്ഷ്മണൻ. അത് കേട്ടിട്ട് എല്ലാവരും പേടിച്ചലറി ഓടുമ്പോ യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത് രാമനാണ്. രാമന് പക്ഷെ ദേഷ്യം വന്നില്ലല്ലോ. രാമൻ പോയിട്ട് ലക്ഷ്മണനോട് എന്താ പറഞ്ഞേ? ഞാനുണ്ട്, നമുക്ക് രണ്ടാൾക്കും പറ്റും, ഒന്ന് ചോദിക്കാം, പോയിട്ട് ചോദിക്കാന്നല്ലല്ലോ പറഞ്ഞേ. രാമൻ പറഞ്ഞെന്താ? വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ. ആദ്യം ഈ മത്സര്യ ബുദ്ധി, എനക്ക് നിനക്ക് എന്ന മത്സര്യ ബുദ്ധി വെടിഞ്ഞിട്ട് എൻ്റെ വാക്ക് നീ കേൾക്ക്. നിന്നുടേ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനെടോ, നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാല സാധ്യമായില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ഒന്നിത് കേൾക്ക്, എന്നിട്ട് പറയാ ഈ കാണുന്നതല്ല സത്യമാണെങ്കിലല്ലേ ദൃശ്യമായുള്ള രാജ്യദേഹാദി വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലായെങ്കിൽ എന്തിനാൽ ഫലം? എന്തിനാ നീ യുദ്ധം ചെയ്യുന്നത്? എന്തിനാ നീ പടക്കുന്നത്? ഇതെല്ലാം നാളെ വേറെ ആയിരുന്നു ആവൂ. ഇതൊക്കെ നമ്മൾ അഭിനയിക്കുന്ന നാടകമല്ലേ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന രാമായണത്തിന്റെ സത്താഭാഗത്താണ്. എന്തുകൊണ്ടാ രാമന് ദേഷ്യം വരാത്തതെന്നറിയോ? അമ്മമാര് മനസ്സിലാക്കണം. രാമന് ദേഷ്യം വരാത്തതിൻ്റെ കാരണം രാമനെ രാവിലെ വിളിച്ചുണർത്തിയ നാദമാണ്. നാദത്തിന്റെ പ്രാധാന്യം, സംഗീതത്തിന്റെ പ്രാധാന്യവും രാമായണവും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? രാമായണം പാരായണം ചെയ്യുന്നത് എന്തിനാ? രാമനെ മലയാളികളെ പരിചയപ്പെടുത്തിയത് ആരാന്നറിയോ? എഴുത്തച്ഛനൊന്നുമല്ല, കണ്ണശനും കമ്പരും ഒന്നുമല്ല. മലയാളികളെ പരിചയപ്പെടുത്തിയത് ചീരാമകവിയാണ്. ചീരാമകവിയുടെ ഇരാമചരിതം പാട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി. അത് പാട്ടാണ്. ആ പാട്ട് കഴിഞ്ഞാൽ പിന്നെ കിളിപ്പാട്ട്. എന്താ ഈ കിളിപ്പാട്ട്? അധ്യാത്മരാമായണം കിളിപ്പാട്ടാ. എന്താ കിളിപ്പാട്ട് അറിയാവോ? എന്താ കിളി? ഉമാമഹേശ്വര സംവാദമല്ലേ? പരമേശ്വരൻ പാർവതിയോട് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ കഥ, പരമേശ്വരിയുടെ തോളത്തൊരു കിളിയുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഇരയിമൻ തമ്പിയുടെ ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ എന്ന താരാട്ടുപാട്ട് കേട്ടിട്ടുണ്ടോ? സ്വാതി തിരുനാളിനെ പാടി ഉറക്കിയത്. അതിൽ ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരിയേന്തും കിളിയോ. പരമേശ്വരിയുടെ തോളത്തൊരു കിളിയുണ്ട്, പാർവതിയുടെ തോളത്തൊരു കിളിയുണ്ട്. ആ കിളി അത് കേട്ടിട്ട് കലിയുഗത്തിലുള്ള മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ പറന്ന് തിരൂരിലെ തുഞ്ചംപറമ്പിലെ രാമാനുജന്റെ മുന്നിലെത്തിയിട്ട് ആ കിളി അത് രാമാനുജനോട് പറഞ്ഞു കൊടുത്തു. രാമാനുജൻ അത് കേട്ടിട്ട് നമുക്ക് പറഞ്ഞു തന്നു. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കാനുള്ള ഒരാൾ മറ്റൊരാളോട് പറയുന്നത് മൂന്നാമതാളത്തൊരാൾ കേട്ടിട്ട് നാലാമതൊരാളോട് പറയുന്നതിനാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക. രാമായണം ഒരു ഡബിൾ റിപ്പോർട്ടഡ് സ്പീച്ചാ. ശിവൻ പാർവതിയോട് പറയുന്നത് കിളി കേട്ടിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു, എഴുത്തച്ഛൻ കേട്ടിട്ട് നമ്മളോട് പറഞ്ഞു. മനസ്സിലായോ? അതാണ് ഒന്ന് കിളിപ്പാട്ട്. രണ്ട്, അതുവരെ സംസ്കൃത ശ്ലോകങ്ങളാണല്ലോ രാമായണം. ഈ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അതിൻ്റെ കഠോരമായിരിക്കുന്ന വ്യാകരണ നിയമങ്ങളിൽ പെട്ടിട്ട് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവോ?
സംസ്കൃത ശ്ലോകങ്ങൾ. അതുകൊണ്ട് സാധാരണ മനുഷ്യർ പ്രായശ്ചോ അപാമരജന പ്രസിദ്ധ, പ്രായശ്ചോ പാമരന്മാർ അല്ലാത്ത ആളുകൾക്ക് മാത്രമല്ല പാമരന്മാർക്കും മനസ്സിലാവുന്നവർക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് എഴുതിയത്. അങ്ങനെ എഴുതിയപ്പോ നമ്മുടെ ഭാഷയിലുള്ള വൃത്തങ്ങൾ ഉപയോഗിച്ചു. ഏതൊക്കെയാ? കേക, കാകളി, കളകാഞ്ചി തുടങ്ങിയ കിളിയുടെ പാട്ടുപോലുള്ള വൃത്തത്തിലാണ് രാമായണം എഴുതിയത്. ഭാഷാവൃത്തങ്ങളിൽ രാമായണം എഴുതിയത്. അതുകൊണ്ടാണ് കിളിപ്പാട്ട് എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? എഴുത്തച്ഛൻ്റെ വാഗ്വൈഖരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ ഇതിൻ്റെ ഒരു പ്രവാഹം! സുന്ദരകാന്ഡം വായിച്ചിട്ടുണ്ടോ? അജതനയ തനയ ശരസമധിക സാഹസാലദ്യൈവ പശ്യാമി രാമപത്നീമഹം എന്ന് കേട്ടിട്ടുണ്ടോ? ലവണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണ നളിന യുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. അജതനയ തനയ ശരസമധിക അതിൻ്റെ ഒരു പ്രവാഹം. സുന്ദരകാന്ഡം വായിക്കാൻ എന്ത് രസാന്നറിയോ? എന്നാല് ഇത് വായിച്ച് ശീലാത്തുള്ളാത്ത ഇതൊങ്ങനെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും, അല്ലേ? എന്നാൽ അത് ഇത്ര സുന്ദരമായിട്ട് വായിക്കാം. അതാണ് ഈ വാഗ്വൈഖരി പ്രവാഹം ഉണ്ടല്ലോ. ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ. ഇതിങ്ങനെ എഴുതുമ്പോ പൊട്ടിക്കണ്ണന്മാരെ പേടിയുള്ള കാലം ഉണ്ടായിരുന്നു പണ്ട്. ഓർമ്മയുണ്ടോ? പുതിയ വീടെടുക്കുമ്പോ കോലം കുത്തി വെക്കുന്നില്ലേ? വാഴത്തോട്ടത്തിൽ കോലം ഉണ്ടാക്കി വെക്കുന്നില്ലേ? എന്തിനാ ഇത്? ഈ പൊട്ടിക്കണ്ണന്മാര് നോക്കുമ്പോ ആദ്യം നോക്കുക ഈ കോലത്തിനാ. അപ്പൊ ഇവന്റെ കണ്ണ് അതിന് കൊണ്ടോളും. എന്നാ പിന്നെ വാഴക്കൊന്നും പറ്റൂല, വീടിനൊന്നും പറ്റൂല. അതിനു വേണ്ടിയാ കോലം കുത്തി വെക്കുന്നത്. അപ്പോ കിളിയുടെ പാട്ടാണ് എന്ന് പറയുമ്പോ പൊട്ടിക്കണ്ണന്മാര് കണ്ണ് വെച്ചാൽ ആർക്ക് കിട്ടൂ? കിളിക്കേ കിട്ടൂ, തനിക്ക് കിട്ടൂലല്ലോ. അതിനു വേണ്ടി കിളിയെ കൊണ്ട് പറയിച്ചു എന്നും പറയുന്നുണ്ട്. പിന്നെ ശുഗമുനി കേട്ടിട്ടുണ്ടോ? ശുഗമുനി, വ്യാസമുനിയുടെ കൂടെയുള്ള ശുഗമുനി. ശുഗം പക്ഷിയാണ്. ശുഗമുനി പറന്നു വന്നിട്ട് എഴുത്തച്ഛനോട് പറഞ്ഞു കൊടുത്തതാണ്. അതാണ് കിളി എന്നും പറയുന്നുണ്ട്. എന്തായാലും കിളിപ്പാട്ടാണ്. കിളിപ്പാട്ടാണ്, പാട്ടാണ്. രാമായണം പാട്ടാണ്, കൃഷ്ണപ്പാട്ടാണ്, അല്ലേ? കൃഷ്ണഗാഥ, ഗാഥ എന്ന് പറഞ്ഞാൽ പാട്ടാണ്. പാട്ട് പ്രധാനാണ്. നിങ്ങൾ ഈണത്തിൽ പാടണം. കാവ്യം ശ്രാവ്യമാണ്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം? വള്ളത്തോളിന്റെ തോണിയാത്രയിൽ പറയുക. ആ ആനന്ദം ലഭിക്കണം. അപ്പൊ അതുകൊണ്ട് പാട്ട്, ഈ പാട്ടുകളിലൂടെയാണ് അയനം, പാരായണം. ആ പാരമായ അറ്റമില്ലാത്തതിലേക്ക് അയനം ചെയ്യലാണ് പാരായണം. രാമായണം പാരായണം ചെയ്യുന്നു. അപ്പൊ രാമായണം പാരായണം ചെയ്യുമ്പോൾ നാദത്തിന് പ്രാധാന്യമുണ്ടല്ലോ, ശബ്ദത്തിന് പ്രാധാന്യമുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ ശബ്ദത്തെ ക്രമീകരിക്കാനുള്ള ഒരു എക്സസൈസാണ് രാമായണ പാരായണം. ശബ്ദത്തെ ക്രമീകരിക്കാൻ പഠിക്കണം. ഈ ശബ്ദത്തെ ക്രമീകരിച്ചത് കൊണ്ടാണ് രാമനെ രാവിലെ വിളിച്ചുണർത്തുന്ന ശബ്ദം നിങ്ങൾ അറിയണം. നിങ്ങൾ മക്കളെ എങ്ങനെ വിളിക്കല്? അടുപ്പത്തൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണ് ഗണിയിട്ടിട്ടില്ല, രാവിലെ തന്നെ മൂരിനെ തെളിക്കും പോലെ തെളിക്കുക. ഒരിക്കലും വിളിക്കരുത്. ഉണർത്തുന്നത് കേട്ടിട്ടുണ്ടോ? രാമനെ വിശ്വാസമോ എന്നാണ്. പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അന്ന് നല്ല മൂടാണ് രാമന്. അതുകൊണ്ടാണ് രാമന് ദേഷ്യം വരാഞ്ഞത്, ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത്. മനസ്സിലായോ? ആ ലക്ഷ്മണൻ ദേഷ്യം വന്നു. ദശരഥൻ രാമനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സത്യം ചെയ്തു പോയി രാമ, എനിക്ക് സത്യം. അവിടെയാണ് രണ്ടാമത്തെ മൂല്യം വരിക. സത്യമെന്ന ചിന്തയ്ക്ക് ഉത്ഭവം ഉണ്ടാകുന്ന ഇവിടെയാണ്. മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സത്യമുണ്ടായിരുന്നോ? സത്യത്തെ പറ്റി ചിന്തിക്കുമായിരുന്നോ? സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനെത്ര വയസ്സായി. സത്യത്തെപ്പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഉപനിസത്തുണ്ടായത്. സത്ത് എന്ന് പറഞ്ഞാൽ സത്യം. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയാണല്ലോ അസതോമാ സദ്ഗമയ. ഈ സത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു സത്തുണ്ട്. ആ സത്തുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഇവിടെ വില കിട്ടിയത്. ഈ സത്തങ്ങ് പോയാൽ എന്തോ വിലയുണ്ടോ? ശരീരം അസത്തല്ലേ? അസത്താണെന്ന് എന്താ തെളിവ്? എത്ര പ്രഗത്ഭനാവട്ടെ, എത്ര വലിയ ആളായി, ഇതിൻ്റെ ഉള്ളിലെ സത്തങ്ങ് പോയ ആരും മൈൻഡ് ചെയ്യോ? എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്, മരണപ്പെട്ടാല്
ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരയും ബന്ധുക്കള്. കുറച്ച് കഴിയുമ്പോൾ സംസ്കരിക്കാൻ വേണ്ടി, കുളിപ്പിക്കാൻ വേണ്ടി, എടുക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ അച്ഛനെ കൊണ്ടുപോണ്ടപ്പാ എന്ന് പറഞ്ഞ് കരയുമ്പോൾ നാട്ടുകാർ പറയാ, നിങ്ങളെ കരയിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല, എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയാൽ എന്തായിരിക്കും കഥ? ഏത് പ്രഗത്ഭനായാലും, ഏത് അച്ഛനായാലും, അമ്മയായാലും, മക്കളായാലും സത്തങ്ങ് പോയാൽ അത് അസത്താ. തിക്കുറിശി സുകുമാരൻ നായരുടെ ഒരു മനോഹരമായ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തിക്കുറിശി പാട്ട് എഴുതുന്ന ആളാ, നടൻ മാത്രമല്ല. അദ്ദേഹം എഴുതിയ പാട്ടാണ് ഭാര്യയുടെ മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പാടുന്ന പാട്ട്. കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം എന്ന് തൻ്റെ മുടിയെ വർണ്ണിച്ച് പാടുന്ന കേട്ടപ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷമായി. സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഭക്ഷണം വിളമ്പിയിട്ട് നല്ല ടേസ്റ്റോടെ ഭാര്യ തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ച് ആ മുടിയതാ ഒന്ന് ബലിന്ന് കൈമെന്ന്. അപ്പോൾ അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഇല്ല. തലയിൽ ഈ സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ തലയിലെ മുടിക്ക് വിലയുള്ളൂ. ആ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്ത. നഖം പരിപാലിച്ച് സുന്ദരമായി കൊണ്ടുവന്ന നഖം മുറിച്ചു മാറ്റിയാൽ അത് അസത്ത. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ വയറ്റിലേക്ക് കഴിക്കുന്ന പുണ്യജലമാണ്. പക്ഷെ വായക്ക് പുറത്തു വന്നാലോ അത് അസത്താണ്. ഈ ശരീരത്തിൽ ഒരു സത്തുണ്ട്, ആ സത്തങ്ങ് പോയാ ഇത് അസത്ത. മനസ്സിലായോ? ഈ സത്താ പ്രധാനം. ആ സത്തിന് വില കൊടുക്കണം. ഇത് തമിഴന്മാർക്കറിയാം, നമ്മൾ മലയാളികൾക്ക് അറിയില്ല. തമിഴന്മാർക്കറിയാം ഈ സത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അവർ മരിച്ചു പോയാൽ സത്ത് പോയാച്ച് എന്ന് പറയുന്നത്. സത്ത് പോയാച്ച് എന്ന് പറയും. നമ്മളത് ചത്തുപോയി നാക്കി കളഞ്ഞു, അതാ പറ്റിയത്. മനസ്സിലായോ? സത്താ പ്രധാനം. ആ സത്ത് എന്തെന്ന് അന്വേഷിച്ചു പോകുകയാണ് നമ്മൾ. അസതോമാ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്.